ഇന്ന് ഞാൻ എന്റെ സുന്ദരിയുടെ കൂടെ ഒരു യാത്ര പോവുകയാണ്. വീഡിയോ മുഴുവൻ കാണണം കേട്ടോ. നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. ഞാൻ കിരൺ, എല്ലാരും എന്റെ കൂടെ വായോ. സുന്ദരിയും കുട്ടി ഞാൻ ആദ്യം പോയത് അടുക്കളയിലേക്ക് തന്നെയാണ്. ഭക്ഷണമാണ് നമ്മുടെ മെയിൻ. ഇതേ ഈ അടുക്കളയിലുള്ള ഒരുവിധം എല്ലാ ഐറ്റംസും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഓരോന്നും കഴിച്ചിട്ട് നമ്മൾ അഭിപ്രായം പറയും. ഇതേ നല്ല ഫ്രഷ് ചെമ്മീനുണ്ട്, താറാവുണ്ട്, മുയലുണ്ട്, ഇലയിൽ പൊള്ളിച്ച മീനുണ്ട്, നോർമൽ മീനുണ്ട്, അതുപോലെ തന്നെ ചിക്കൻ്റെ 2 ഐറ്റംസ് ഉണ്ട്, അതുപോലെ ബീഫ് ഉണ്ട്, ഇതേ പൊറോട്ട, ചപ്പാത്തി, നാന്, വെജിറ്റബിൾസ്, 2 ജ്യൂസ്, പായസം, പിന്നെയും ഒരു 4-5 ഐറ്റം കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ കഴിച്ചിട്ടേ എങ്ങനെയുണ്ട് എന്ന് നിങ്ങളോട് പറയാം. നമുക്ക് നോക്കിയാലോ? ഇനി ഞാൻ പറഞ്ഞ സുന്ദരിയെ കാണണ്ടേ? ഇതാ അമ്മ, എങ്ങനെയുണ്ട് ഫുഡ്? കിട്ടിയില്ല. ആണോ? ഏത് കഴിച്ചു തുടങ്ങണം, എവിടെ തുടങ്ങണം എന്നറിയില്ല. അതേപോലെയുള്ള വിഭവങ്ങളാണ് എല്ലാം കഴിച്ച്. ഇതൊക്കെ ഞാൻ ഇതുവരെ കാണാത്ത സാധനങ്ങളാണ്, ഇതും ആ ഒരു ഐറ്റങ്ങളൊക്കെ. എന്നാ പിന്നെ അത് കഴിച്ചു നോക്കി, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേട്ടെ. സൂപ്പർ സൂപ്പർ, അടിപൊളിയാണോ? നല്ല രസമുള്ള സാധനം. ശരി, എന്നാ ബാക്കിയെല്ലാം നമുക്ക് കഴിച്ചാലോ? കഴിച്ചു നോക്കാം. ഇത്രയും ഐറ്റംസ് ഉണ്ട്, നമുക്ക് ഓരോന്നും കഴിച്ചു നോക്കിയാലോ? ഫസ്റ്റ് നെയ്ച്ചോറ് എടുക്കാം. അയ്യോ, അത് കുഴപ്പമില്ല. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമായ എന്താ അറിയോ? ഷെഫ് എനിക്ക് പ്രത്യേകം ചെയ്തു തന്നതാണ് ഈ ചെമ്മീൻ. നാട്ടിലൊന്നും ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടില്ല. ദേ ചെമ്മീൻ നോക്ക്. ഈ ചെമ്മീൻ്റെ അകത്തുനിന്ന് നല്ലൊരു പീസ് ദേ ഇങ്ങനെ നുള്ളിയെടുത്ത് ഈ ചോറിൽ വെച്ച് കുഴച്ചിങ്ങനെ കഴിക്കുമ്പോൾ അടിപൊളി. ഇതേ നമ്മുടെ താറാവ് ഇരിക്കുന്നുണ്ട്. താറാവ് ഒന്ന് കഴിച്ചു നോക്കിയാലോ? ദേ താറാവിൻ്റെ നല്ലൊരു പീസ് ചോറിൽ വെച്ച് ദേ ഇങ്ങനെ കുഴച്ചിട്ട് കഴിക്കുമ്പോൾ സ്വർഗം തന്നെ. ഇനി മുയലുണ്ട്, നമുക്ക് മുയലൊന്ന് കഴിച്ചു നോക്കിയാലോ? കുറച്ചും കൂടെ ചോറ് പിടിക്കാം. ദേ മുയലിൻ്റെ ഈ ഒരു പീസും ഈ ചോറും കൂട്ടി ഇങ്ങനെ കഴിക്കുമ്പോൾ ആഹാ, അന്തസ്. ഇനി നമുക്ക് എന്താ കഴിക്കുക? ഇതേ ബീഫിൻ്റെ ഒരു ഐറ്റം ഉണ്ട്, നമുക്കിത് കഴിച്ചാലോ? അടിപൊളി. അമ്മയ്ക്ക് ഏതാ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടമായത്? എനിക്ക് ഒരുവിധം എല്ലാം സ്പെഷ്യൽ ഏതാണ്? സ്പെഷ്യൽ പൊള്ളിച്ച മീൻ നമ്മൾ കഴിച്ചിട്ടില്ല. നമുക്ക് പൊള്ളിച്ച മീൻ ഓപ്പൺ ആക്കിയാലോ? ഇതാണ് പൊള്ളിച്ച മീൻ, ഇത് കഴിക്കാം. സോ ഇത് തൽക്കാലത്തേക്ക് ഇവിടെ തന്നെ വെച്ചിട്ട് തന്നെ ഓപ്പൺ ചെയ്യാം. മോനെ ഒരു രക്ഷയില്ല. വാഴയിലയിൽ നല്ല അടിപൊളിയായി ഷെഫ് ചെയ്തു തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുക്കുന്ന് ദേ മസാലയൊക്കെ മാറ്റി നല്ലൊരു അടിപൊളി കഷ്ണം ദേ ഇതുപോലെ എടുത്ത് ഞാൻ കഴിക്കാൻ പോവാം. സ്വർഗം. ഇനി എല്ലാം ഞാൻ കഴിക്കാൻ പോവാം. മുഴുവൻ വീഡിയോ എടുക്കാൻ നിന്നാൽ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. സോ ഞാൻ എല്ലാം കഴിക്കാൻ പോവാണ്. അമ്മ, ഭക്ഷണം അടിപൊളിയല്ലേ? അടിപൊളി. നമുക്കിനി ഇന്നെല്ലാം കഴിച്ചാലോ? എല്ലാം കഴിക്കാം. അവിടെ നിന്നും ഞാൻ നേരെ പോയത് റിസപ്ഷനിലേക്കാണ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വയനാടുള്ള ദ ഹൈവ് റിസോർട്ടിലേക്കാണ്. അവരുടെ ഹോസ്പിറ്റാലിറ്റി അടിപൊളിയാണ്. അവിടെ നിന്നും നേരെ പോയത് പ്രൈവറ്റ് പൂളോട് കൂടിയ റൂമിലേക്കാണ്. അവിടുത്തെ ആംബിയൻസ് ഒരു രക്ഷയുമില്ല. റൂമിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ കാഴ്ച അതിമനോഹരമാണ്. അതുപോലെ തന്നെ റൂമും
ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പിന്നെ എനിക്കിവിടെ ഒരു സർപ്രൈസ് കൂടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. അതെന്താണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കൂ. റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ബാൽക്കണിയിലൂടെ കാണുന്ന ആ കാഴ്ച ആരുടെയും മനസ്സ് കുളിർപ്പിക്കുന്ന ഒരു പ്രത്യേകതരം അനുഭൂതി തന്നെയായിരുന്നു. വൈകുന്നേരം ഷെഫ് നമ്മളെ കൊണ്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നു. വെള്ളം ഒഴിച്ചിട്ട് ഈ ഇത് വേവിക്കാൻ ഇട്ടു. കുറച്ച് വെന്തതിന് ശേഷം തേങ്ങയും ജീരകവും പിന്നെ കടുകും കൂടെ അരച്ച് വെച്ചത് ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്യുക. അപ്പൊ ഇത് വെന്ത് വരുമ്പോ തന്നെ നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങി. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അങ്ങനെ അമ്മ ഉണ്ടാക്കിയ പൈനാപ്പിൾ എന്തായിരുന്നു പച്ചടി പൈനാപ്പിൾ പച്ചടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളത് ടേസ്റ്റ്. ടേസ്റ്റ് നോക്കാം. നോക്കിയാലോ? വാ. താങ്ക് യു. കഴിച്ചോ? അവിടെ തന്നെ കഴിച്ചോ? എങ്ങനെയുണ്ട്? വെരി ഗുഡ്. അമ്മ ഉണ്ടാക്കിയ പൈനാപ്പിൾ പച്ചടി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ അവിടെ കുറേ ആക്ടിവിറ്റി ഉണ്ട്. അതിലൊന്നാണ് ഈ ക്യാമ്പ് ഫയർ. അതിൽ കുറേ ഡാൻസും കളിച്ച് അടിപൊളിയായി അന്നത്തെ ദിവസം അങ്ങനെ കടന്നുപോയി. രാവിലെ എണീറ്റ് ഞാൻ ആദ്യം പോയത് അടുക്കളയിലേക്ക് തന്നെയാണ്. ഭക്ഷണം തന്നെയാണ് നമ്മുടെ മെയിൻ. മോനെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തേ. ഇത്ര ഐറ്റംസ് ഉണ്ട്. കുറച്ച് ഹെൽത്തി പിടിക്കാന്ന് വെച്ചിട്ടാണ് മുട്ട, നേന്ത്രപ്പഴം, കുറേ വെജിറ്റബിൾസ്, വേറെയും കുറേ ഐറ്റംസ് എടുത്തേക്കുന്നത്. ഇതൊക്കെ കഴിച്ചു നോക്കാം. അതും ഈ ആംബിയൻസ് അടിപൊളിയാണ്. ഇത് നല്ല മഴ പെയ്യുന്നുണ്ട്, സൂപ്പർ ക്ലൈമറ്റാണ്. നമുക്കെന്നാൽ എല്ലാം കഴിച്ചു നോക്കിയാലോ? അതിനുശേഷം അവിടുത്തെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ നടന്നു. പിന്നെയും നേരെ പോയത് അടുക്കളയിലേക്ക് തന്നെ. ഇത് കുറേ ഐറ്റംസ് ഉണ്ട്. ഏതാ തിന്നണ്ടേന്ന് കൺഫ്യൂഷനാ. നമുക്കതിൽ ജ്യൂസ് കുടിക്കാം. അടുത്ത ഒരു ജ്യൂസ് കുടിച്ചു നോക്കിയാലോ? നമുക്കൊരു കട്ട് ഫ്രൂട്ട് കഴിക്കാം. എല്ലാ ഐറ്റംസ് ഉള്ളതുകൊണ്ടല്ലേ കൺഫ്യൂഷനാണ്. ഒരു വട കഴിച്ചു നോക്കിയാലോ? എല്ലാത്തിൻ്റെയും ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ കഴിക്കുവേ. പൂരി. അടിപൊളിയാ. അമ്മ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അമ്മയ്ക്ക് എന്താ വേണ്ടേ? ഇത് വേണോ? അടിപൊളിയാ. അടുത്തത് ഞാൻ എന്നാൽ പുട്ടും കടലയും കഴിക്കാം. എല്ലാ ഭക്ഷണവും അടിപൊളിയാണ്. ഒന്നിനൊന്ന് മെച്ചാണ്. ഞാൻ ആ സമയം എടുത്തിട്ട് എല്ലാം കഴിക്കട്ടെ. ഇങ്ങനെ വീഡിയോ എടുത്താൽ നമ്മളെ കഴിപ്പ് നടക്കൂല. എന്നാൽ ഞാൻ ഇതെല്ലാം കഴിച്ചു തീർത്തിട്ട് നിങ്ങളോട് എങ്ങനെയുണ്ടെന്ന് പറയാം. എല്ലാം സൂപ്പറാണ്. ഞാൻ എന്നാൽ കഴിക്കട്ടെ. അമ്മ എന്നാലും കഴിച്ചു തീർത്താലോ? എന്നാൽ ഞങ്ങൾ കഴിക്കട്ടെ. ബൈ. അതും കഴിച്ചു തീർത്ത് ഞങ്ങൾ റൂമിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് ഞങ്ങൾ ഒരു കാര്യം ആലോചിച്ചത്. ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ സമയമായി. അടുത്ത തവണ വരാമെന്ന് പറഞ്ഞ് ദ ഹൈവിനോട് യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങി.